അപ്പോൾ കുഞ്ഞുനാൾ മുതലേ ഈശോ ഈശോയായിട്ടുള്ള ഒരു വ്യക്തിപരമായ ബന്ധം ഉണ്ടായിരുന്നു. എപ്പോഴും പ്രാർത്ഥന റോസറി ആണെങ്കിലും ചൊല്ലുമായിരുന്നു. എൻ്റെ അമ്മച്ചിയൊക്കെ ആണെങ്കിൽ പപ്പയുടെ അമ്മ കുഞ്ഞുനാൾ കുറേ കാര്യങ്ങൾ കുർബാനയെ കുറിച്ചും കൊന്തയെക്കുറിച്ചും മാതാവിനെക്കുറിച്ചും പല വിശുദ്ധന്മാരെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത് 2-3 വിശുദ്ധരാണ്. ഒന്ന് അൽഫോൻസാമ്മയും അന്തോണീസ് പുണ്യാളനും. അപ്പോൾ അന്തോണീസ് പുണ്യാളൻ്റെ ഈ സീരിയൽ ആയിട്ടുള്ള ഒരു സീരീസ് പോലെ സാധനങ്ങൾ കാണാറുണ്ട്, TV സീരീസ്. ഇതൊക്കെ ഒരുപാട് എന്നെ സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട്. കാരണം ഉണ്ണീശോ വന്ന് ഇടപെടുന്നു, ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ അവരെന്തെങ്കിലും ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് സഹായിച്ചു കൊടുക്കുന്നു. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ദൈവത്തോട് ഒരുപാട് അടുക്കാനും വിശുദ്ധന്മാരോട് ഒരുപാട് സ്നേഹവും മാധ്യസ്ഥം യാചിക്കാനായിട്ടൊക്കെ ആ സമയത്ത് സഹായിച്ചിട്ടുണ്ട്. ഈ ഒരു ഫോർമേഷനിലൂടെ എനിക്ക് അന്ന് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അച്ഛനാവണം, വൈദികനാവണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൾട്ടറിൽ നിൽക്കാനൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. പണ്ട് ഇതുപോലെ ചെറുതായ സമയത്ത് ഡയറി ഒക്കെ എഴുതുമായിരുന്നു. അപ്പോൾ ഡയറിയുടെ അകത്ത് ഞാനിങ്ങനെ എഴുതിയൊരു കാര്യം ഇന്നാൾ എടുത്ത് വായിച്ചിട്ടുണ്ടായി. അപ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ എഴുതിയേക്കുന്നത്, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഈശോയുടെ ശിഷ്യനാവണമെന്ന്. ചീത്ത കുട്ടികളെ നല്ല കുട്ടികളാക്കാനും ലോകത്തെക്കുറിച്ച് എല്ലാവരിലും നന്മ പടർത്താനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഞാനിപ്പോൾ കണ്ടപ്പോഴേക്കും ഞാൻ ഇത്രയും തീക്ഷ്ണത ഉണ്ടെന്നൊക്കെ നമുക്കിപ്പോൾ ഒരു തിരിച്ചറിവുണ്ടായി. ഒരുപാട് ഒറ്റപ്പെടലിലൂടെയാണ് കടന്നു പോയേക്കുന്നത്. ഈ ഒറ്റപ്പെടലെല്ലാം തമ്പുരാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ഏതൊക്കെ സാഹചര്യത്തിലാണെങ്കിലും ഈശോ എന്നെ ഒരു നിരാശയുടെ ഒരു കുഴിയിലേക്ക് എത്തിച്ചിട്ടില്ല.